ഇവിടുത്തെ നിരീശ്വരവാദികൾ ജീവിക്കുന്നത് ഈ പരോപകാര മനസ്സ് പൊതുബോധമായി മാറിയിട്ടുള്ള മതവിശ്വാസികളുടെ ഇടയിലാണ്. മതവിശ്വാസികളുടെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നിരീശ്വരവാദികളുടെ എണ്ണം ചരിത്രത്തിൽ എന്നും വളരെ തുച്ഛമാണ്. അന്നും തുച്ഛമാണ്, അന്നത്തേതിനേക്കാൾ കുറച്ച് കൂടുതൽ ഇന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും ടോട്ടൽ വേൾഡ് പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ കുറവാണവർ. ചരിത്രത്തിൽ എന്നും എവിടെയും കണ്ടുവരുന്നത് മതബോധമുള്ള മതവിശ്വാസികളാണ്. അവരുടെ മതബോധത്തിലും ദൈവബോധത്തിലും ദൈവവിശ്വാസത്തിലുമൊക്കെ പല കുഴപ്പങ്ങളുണ്ടാകാം, പല വൈകല്യങ്ങളും ഉണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായി ചരിത്രത്തിൽ എല്ലായിടത്തും മനുഷ്യൻ ജീവിച്ചിട്ടുള്ളതിൽ ഭൂരിപക്ഷവും മതബോധമുള്ളവരും ദൈവബോധമുള്ളവരും ദൈവവിശ്വാസമുള്ളവരാണ്. വലക്കത് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ് വജ്തനിബു താഗൂത്ത്. ഞാൻ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹ് പറയുന്നു. അതുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഏതൊക്കെയോ അർത്ഥത്തിൽ ദൈവബോധവും അതുപോലെ തന്നെ മതവിശ്വാസവും ആത്മീയതയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മതബോധത്തിന്റെ പേരിൽ ദൈവബോധത്തിന്റെ പേരിൽ മതവിശ്വാസികൾ പരോപകാരം വ്യാപകമായിട്ട് ചെയ്യും. ഇതൊരു പൊതുബോധമായി മതവിശ്വാസികളുടെ ഇടയിലുണ്ട്. മറ്റുള്ളവരെ സഹായിക്കണം, എങ്കിലാണ് ഈശ്വരൻ കനിയുള്ളൂ എന്നുള്ള ഒരു കാരുണ്യത്തിന്റെ മനസ്സ് മതവിശ്വാസികളുടെ ഇടയിലുണ്ട്. ഈ മതവിശ്വാസികളുടെ ഇടയിലുള്ള അതിന്റെ ഇടയിലാണ് ആരുള്ളത്? ഈ നാസ്തികരുള്ളത്, ഈ ദൈവനിഷേധികളുള്ളത്. അപ്പോ പരോപകാര മനസ്സ് പൊതുബോധമായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ നാസ്തികർ ജീവിക്കുമ്പോൾ ആ നാസ്തികരിലും എന്തുണ്ടാകും? ഒരു പരോപകാര മനസ്സുണ്ടാകും. ഒരു പരോപകാര മനസ്സുണ്ടാകും. ആ പരോപകാര മനസ്സ് അവരിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരും പരോപകാരം ചെയ്യുന്നത്.